ഒറ്റപ്പാലം വരോട് മരപ്പാലം ബസ് സ്റ്റോപ്പിനടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തികളും അശാസ്ത്രീയമെന്ന് നാട്ടുകാരുടെ പരാതി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഉയരം കൂട്ടുകയും ഡ്രൈനേജ് നിർമ്മിക്കുകയും ചെയ്തതിനാൽ അനങ്ങൻമലയുടെ 4 മൈൽ മുതൽ നേരങ്കൻപാറ വരെയുള്ള മലവെള്ളവും അത്താണി മുതൽ മരപ്പാലം വരെയുള്ള മഴവെള്ളവും ഒഴുകിയെത്തുന്ന മരപ്പാലം കൽവട്ടിലേക്ക് വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജിലെ അസൗകര്യം, കൃഷിസ്ഥലത്ത് നിന്ന് ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന കൽബട്ടിൻ്റെ കുറവും, കൃഷിസ്ഥലത്തേക്കാൾ ഉയരത്തിൽ ഡ്രൈനേജ് നിർമ്മിച്ചതിനാൽ കാലവർഷം ഒന്നുകൂടി ശക്തിപ്പെട്ടാൽ അത്താണി മുതൽ മരപ്പാലം വരെയുള്ള പ്രദേശവും പൂർണ്ണമായും വെള്ളത്തിനടിയാകുകയും പരിസരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയും കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറുകളിൽ മലിനജലം കലരുകയും പ്രദേശത്ത് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി പോലുള്ള മാരകരോഗങ്ങൾ പടരാൻ കാരണമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ സമർപ്പിച്ച പരാതിയിൽ ആവശ്യപ്പെട്ടു. മലവെള്ളം വന്ന സമയത്ത് ഈ തോട് നിറഞ്ഞിട്ട് എനിക്ക് ഓവർഫ്ലോ ആവുകയും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യക്കുറവ് ഈ പ്രദേശത്തുണ്ട്. അത് കാരണം കുടിവെള്ളത്തിലേക്കും വീടുകളിലേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനെ ഒഴുക്കിവിടാനുള്ളൊരു സൗകര്യം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.